ഇത് വളരെ അപ്രതീക്ഷിതമായ ഒരു കാര്യമാണ്. ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഇത് തമ്പുരാൻ ഒരു വലിയതായ കൃപ പരിശുദ്ധ പിതാവിൽ കൂടെ ഞങ്ങൾക്ക് ലഭിച്ചു. പ്രത്യേകിച്ച് മകൻ്റെ പിതാവിൻ്റെ കൂടെയുള്ള ജോലി എന്ന് പറയാൻ പറ്റില്ല. ഔദ്യോഗികമായ ജീവിതത്തിൽ കാണിക്കുന്ന ശുഷ്കാന്തിയും പാപങ്ങളോടുള്ള കരുണയും എല്ലാം പരിശുദ്ധ പിതാവ് നേരിൽ മനസ്സിലാക്കിക്കൊണ്ട് പിതാവ് തിരഞ്ഞെടുത്തതാണ്. അത് ഞങ്ങളുടെ കുടുംബത്തിന് കിട്ടിയ ഒരു വലിയ അനുഗ്രഹമാണ്. മാതാപിതാക്കളായ ഞങ്ങൾക്കും അത് വളരെ അഭിമാനവും സന്തോഷവുമുണ്ട്. എല്ലാം ദൈവത്തിൻ്റെ കൃപയാണ്. പിതാവിൽ കാണുന്ന ഒരു വലിയ പ്രത്യേകത എന്തൊക്കെയാണ്? വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പാവങ്ങളോട് കൂടെ പോകണം, പാവങ്ങളെ സഹായിക്കണം, അവരുടെ മേൽ കരുണയുണ്ടാവണം. അതാണ് മറ്റുള്ളവരെ നമുക്ക് തുല്യരായി കണ്ട് അവരോടൊത്ത് നല്ലതായിട്ട് നല്ല മാതൃകയിൽ ജീവിച്ചു പോകണം എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ഒരു ദൈവിക അഭിഷേകമായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും ഇത് തമ്പുരാൻ തന്ന ഒരു ദാനമാണ്. അത് പരിശുദ്ധ പിതാവിലൂടെ പാപ്പായിൽ കൂടെ നമുക്ക് തന്നതാണ്. അമ്മ മാതാവിൻ്റെയും ഈശോയുടെയും കൃപയാണ്. പിതാവിനോടൊപ്പം അല്ലല്ലോ, തമ്പുരാൻ തരുന്ന ദാനമാണല്ലോ നന്മ. ആ നന്മയിലൂടെ ഞങ്ങൾക്ക് കിട്ടിയ ദൈവാനുഗ്രഹമാണ്. പാപ്പായോടുള്ള ഒരു കൂടെയുള്ള പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? പരിശുദ്ധ പിതാവിൻ്റെ ഞങ്ങൾ പിതാവിനെ കാണാൻ പോയിരുന്നു. അപ്പോൾ പിതാവിന് ഞങ്ങളോട് ഇവനെ എങ്ങനെയാണ് വളർത്തുക, ഇവൻ എപ്പോഴും ചിരിച്ചുകൊണ്ടേ നടക്കുകയുള്ളൂ, ഇവൻ ഉറങ്ങുമ്പോഴും ചിരിക്കുകയാണോ എന്നൊക്കെ ഞങ്ങളോട് ചോദിച്ചായിരുന്നു. അപ്പോൾ പിതാവിന് വലിയ സ്നേഹമായിരുന്നു പിതാവിന് ഞങ്ങളോടും. ആ മോൻ്റെ ആ നല്ലതായ ജീവിതം കൊണ്ട് ഞങ്ങളോടും പിതാവിന് ഭയങ്കര നല്ല ഇഷ്ടമായിരുന്നു. ഞങ്ങൾക്ക് പ്രത്യേക സമ്മാനമൊക്കെ പാപ്പ തന്നു. വലിയ ഒരു ധന്യനിമിഷമായിട്ട് തീർച്ചയായിട്ടും. ഞങ്ങളുടെ ചെറുപ്പം തൊട്ട് പിതാവ് എങ്ങനെയാണ് ആത്മീയ കാര്യങ്ങളൊക്കെ ഭയങ്കര ചെറുപ്പത്തിൽ അമ്മയുടെ കൂടെ ആയിരുന്നെങ്കിലും വളരെ ശാന്തനാണ്. അങ്ങനെ ഒരു കാര്യത്തിലും ഒരു എടുത്തുചാട്ടമോ പ്രതികരണമോ അല്ലേ അങ്ങനെയുള്ളൊരു രീതിയൊന്നുമില്ല. ഇനി നമ്മളോടായാലും നമ്മൾ ദേഷ്യപ്പെട്ടാലും തിരിച്ചൊന്നുമില്ല. അത് നമ്മളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും. അതങ്ങനെയല്ല, ഇങ്ങനെയാണ്, എൻ്റെ യഥാർത്ഥ വഴി ഇതാണ് എന്ന് പറഞ്ഞു തരും. അങ്ങനെ നമ്മളെ അത് മനസ്സിലാക്കി തരാൻ തയ്യാറാകുമായിരുന്നു. ഈ ആത്മീയമായ ഒരു വഴി തിരഞ്ഞെടുത്തത് പിതാവിൻ്റെ ഒരു സ്വന്തം ഇഷ്ടമാണ്. പിതാവ് ഡിഗ്രി അവിടെ ചിലപ്പോൾ കാർമാൻ സെമിനാരിൽ പോയി. അപ്പോൾ അതുമൊക്കെ ഒരു പ്രചോദനമായി കാണും. അപ്പോൾ ആത്മീയമായ ഒരു ജീവിതം വേണമെന്ന് അങ്ങനെ ഉദ്ദേശിച്ച ആകാം. എന്തായാലും തിരഞ്ഞെടുത്ത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് പറഞ്ഞു ഞാനിങ്ങനെ സെമിനാരിൽ പോവാണ്. എന്നിട്ട് ഞാനും പറഞ്ഞു തീരുമാനമായിരിക്കണം, അത് ഞാൻ തീരുമാനിച്ചതാണെന്ന് പറഞ്ഞു. ശരിയെന്നും പറഞ്ഞു. പിന്നെ പൂർണ്ണ പിന്തുണ നമ്മൾ കൊടുക്കും. ഇപ്പോൾ ഒരു പിതാവായി ഒരു ബിഷപ്പായി ഞാൻ കർദിനാളാകുന്നു. ഒരു കർദിനാളായി കാണണമെന്നുള്ള ഏറ്റവും ആഗ്രഹം, ഒരു പിതാവായി കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം എന്നെ ഏതാണ്ട് നമ്മൾ പൂ ചോദിച്ചു പൂന്തോട്ടം തന്നു പറഞ്ഞ പോലെ ഉള്ള അനുഭവമാണ് ഞങ്ങൾക്കുണ്ടായത്. അതിൽ ഞങ്ങൾ ഒത്തിരി സന്തോഷമുണ്ട്. ഞങ്ങൾ തമ്പുരാനെ നന്ദിയും അർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മയുടെ ഒരു ആഗ്രഹമായിരുന്നോ പിതാവായി കാണുന്നത്? പിതാവായി കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിതാവ് ആകുന്നതിന് മുമ്പ് തന്നെ കർദിനാളായി. അച്ഛനായപ്പോൾ തന്നെ കർദിനാൾ പദവിയിലേക്ക് വന്നില്ലേ. ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരാൾ ഇങ്ങനെ വൈദികനായിരിക്കെ കർദിനാളായി ഉയർത്തപ്പെടുന്നത്. അതെ ആദ്യമായിട്ട്. ദൈവത്തിൻ്റെ ഒരു ഇഷ്ടം. അതെ, ദൈവത്തിൻ്റെ ഇഷ്ടം. ചെറുപ്പത്തോടെ ഇങ്ങനെ ഭയങ്കര ആത്മീയമായ കാര്യങ്ങളൊക്കെ ഭയങ്കര താല്പര്യനായിരുന്നു. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യനായിരുന്നു. ഉച്ചയാണ് ഇങ്ങനെ ഈ പള്ളിയിലൊക്കെ കൊണ്ടുപോയി എടുക്കുകയും ശുശ്രൂഷകളിലൊക്കെ പങ്കെടുപ്പിക്കുകയൊക്കെ ചെയ്തു. ഇല്ലിയമ്മച്ചിയുടെ കൂടെയായിരുന്നു. തീർച്ചയായിട്ടും ഇവരെ രണ്ടുപേർക്കും, മാതാപിതാക്കളായ രണ്ടുപേർക്കും ഏറെ സന്തോഷമാണ് ഈ ഒരു ദിവസം എന്ന് പറയുന്നത്. കാരണം അവരുടെ വലിയൊരു ആഗ്രഹത്തിൻ്റെ ഒരു സഫലീകരണമാണ് ഇന്ന് പൂർത്തിയായിരിക്കുന്നത്.